പുതിയ ജനറേഷനിലെ നമ്മുടെ പ്രിയപ്പെട്ട നായകൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ് ശ്രീകൃഷ്ണപരുന്ത്. ഇപ്പോൾ ശ്രീകൃഷ്ണപരുന്ത് എന്ന സിനിമയ്ക്കകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലോട്ട് വന്നൊരു കാലമാണ്. അവിടെയും മാസ്റ്റർ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു മാസ്റ്റർ ആയിരുന്നു, കളറിലും അദ്ദേഹം വിസ്മയം തീർത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ സോഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മൾ വിശേഷണം കൊടുത്ത് പറയെങ്കിലും അതിനെക്കാട്ടും അപ്പുറം നിൽക്കുന്ന ഒരു സാങ്കേതികതയിലോട്ടാണ് കളർ വരുമ്പോഴത്തേക്കും സാധ്യതകളും കൂടുതലാണ്. അപ്പം ഭയാനകമായിട്ടുള്ള രംഗങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമല്ല, കളറിൽ പോലും അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി ചെയ്തു എന്നുള്ളതാണ്. ആ രംഗസജ്ജീകരണം എങ്ങനെയാണ്, ഭയാനകമായി തോന്നുന്ന ഒരു രംഗം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അതിനെന്ത് ലൈറ്റ് വേണം, ഒരു കഥാപാത്രം എവിടെ നിന്ന് വരുന്നു, എന്താണ് അത് നമ്മൾ ഉണർത്തേണ്ട കാര്യങ്ങൾ എന്നൊക്കെ വേണം. നിലാവിൻ്റെ പൂങ്കാവിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിൻസെൻ്റ് മാഷാണ് എനിക്ക് ഇതിൽ ഈ കുമാരേട്ട, എൻ്റെ കുമാരേട്ട ഒക്കെ വിളിക്കാൻ പറഞ്ഞു തന്നത്. എന്നിട്ട് അത് രണ്ടാമത് കുമാരേട്ട ഒരു വിളിയുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെന്ന് ഞാനാണെങ്കിൽ അന്ന് എനിക്ക് പേടി, യക്ഷിയുടെ പാട്ടല്ലേ, അപ്പോൾ അത് ഭയങ്കര പേടിച്ച് നിൽക്കും. അപ്പം പറഞ്ഞു തന്നു, ഒരാൾ ലതിക മോഹൻലാൽ മൈൻഡ് ചെയ്ത് അങ്ങ് പോവുകയാണ്, വിളിച്ചിട്ടും കേൾക്കാതെ അങ്ങ് പോവുകയാണെങ്കിൽ തിരിച്ച് രണ്ടാമത് എങ്ങനെ വിളിക്കും, അതുപോലെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ കുമാരേട്ടാ എന്നൊരു വിളി വിളിച്ചത്. കുമാരേട്ടാ എന്താ കേട്ടത്? നിലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, നിലാവിൻ്റെ തേനാവിൽ പാടി പാടി നിലാവിൻ്റെ പൂങ്കാവിൽ. ഞാൻ റെക്കോർഡിംഗ് റൂമിൽ പോയി കണ്ടിട്ട് പരിചയമുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഞാൻ സംവിധാനം ചെയ്ത പടങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ ആ റെക്കോർഡിസ്റ്റിൻ്റെ കൂടെ ഇരിക്കും. പിന്നെ അതിൻ്റെ ടോണൽ വാല്യൂവെല്ലാം അത് ചിലപ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കും. ഞാൻ പറഞ്ഞു ദേഷ്യം പിടിച്ച കാര്യമില്ല, ഇത് ഞാൻ വേണ്ടുന്ന എഫക്റ്റാണ് പറയുന്നത്. ഇന്നത്തെ ആൾക്കാർക്കും ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തോ ഇല്ലയോ അതിൻ്റെ പാതയിൽ കൊണ്ടുവന്നോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്.